പക്ഷെ ഭരണം വരാൻ പോകുന്നു. കോൺഗ്രസിൻ്റെ പല ആളുകളും മേജർമാരാകാൻ പോകുന്നു, കമാൻഡർമാരാകാൻ പോകുന്നു, പിന്നെ അവർ സൈനിക മേധാവിയാകാൻ പോകുന്നു, രാജ്യം ഭരിക്കാൻ പോകുന്നു എന്നൊക്കെ ഒരു അഹങ്കാര മനസ്സ് കോൺഗ്രസ്സിന് കൂടിയോ എന്നൊരു സംശയം. അതാണ് ഈ പാർട്ടി ഇന്ത്യ ഗുണം പിടിക്കാതെ പോയതിൻ്റെ കാരണം. അത് കേരളത്തിന് ഗുണം പിടിക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുമാതിരി തെമ്മാടി ഗുണ്ടകൾ ഇവന്മാരെ രാവിലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ ഏത് യൂത്ത് കോൺഗ്രസ്സായിട്ട് ഇരിക്കുന്നത്? ഞങ്ങളൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ അതിന് അതേ നാണയത്തിൽ മറുപടി പറയാൻ അറിയാൻ കഴിഞ്ഞിട്ടല്ല. മറുപടി പറഞ്ഞാൽ അവർ സംഘർഷാവസ്ഥയിലുണ്ടാകും. പക്വത കാണിച്ചില്ല നിങ്ങൾ നാളെ പറയും മന്ത്രി പക്വതയില്ലാതെ പെരുമാറി എന്ന് പറയാം. പക്വതയോടുകൂടി ഇപ്പോൾ പെരുമാറാൻ തീരുമാനിച്ചുകൊണ്ടാണ് വലിയ കുഴപ്പമില്ലാതെ ഇപ്പോൾ ഇത് പിരിഞ്ഞത്. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത ഒരു ഇളക്കമുണ്ട് കോൺഗ്രസ്. അവിടെ കോൺഗ്രസ് ഒരു വലിയ ചരിത്രപരമായ വിജയം നേടിയെന്നൊരു അഹങ്കാര മനസ്സിൽ പോകേണ്ടവർ. അങ്ങനല്ല വസ്തുത. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കാവുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിതിന് മുമ്പ് കിട്ടിയതിനേക്കാൾ മികച്ച വിജയം. അതായത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 40,000 താഴെയായിരുന്നു. ഇപ്പോൾ 66,000 വോട്ട് പിടിച്ചു. പ്രിയങ്ക അവിടെ മത്സരിക്കുമ്പോൾ ഞങ്ങൾ 29,000 ആയിരുന്നു. ഇപ്പോൾ 66,000 ആയി.